മഴതോരു മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളത്തൂപ്പുഴയിലേക്ക് ശിവശങ്കരൻ വരികയാണ്. അലീന സത്യങ്ങളെല്ലാം ശിവശങ്കരനോട് പറയുകയാണ്. വൈജയന്തിയുടെ മകളാണ് താനെന്നും സ്റ്റാൻലി തന്റെ പപ്പയാണെന്നും അലീന ശിവശങ്കരനോട് തുറന്നു പറയുന്നു. സ്റ്റാൻലി വന്നതിന് ശേഷം ശിവശങ്കരനോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വൈജയന്തി സെൽഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. റബ്ബർ മരങ്ങളുടെ ചില്ലകളിൽ ചിലത് പാരപ്പറ്റിനു മീതെ കൂടി ടെറസിലേക്ക് കൈനീട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു താന്തോന്നിക്കാറ്റ് അവയ്ക്ക് ഷേഹാൻഡ് കൊടുത്ത് കടന്നുപോയി. റോഡിനപ്പുറത്തെ വീടുകളിലെ ജനാലകൾ പ്രകാശിക്കുന്നു നോക്കിക്കൊണ്ട് വൈജയന്തി വാട്ടർ ടാങ്കിന് സമീപം ചെന്ന് നിന്നു. ഹലോ, സെൽഫോണിൽ നിന്ന് ശബ്ദം വന്നു. ശിവേട്ടൻ എവിടെയാ? ഞാൻ എത്ര നേരമായിട്ട് ഹോൾഡ് ചെയ്യുന്നു? കുളിക്കായിരുന്നു. ശിവേട്ടൻ എപ്പോഴാ പൊന്നൂർന്ന് തിരിച്ചു വന്നത്? 7 മണി കഴിഞ്ഞു. എന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞേ? പോയ കാര്യം എന്താ എന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറയണ്ടേ? ഞാനല്ലേ ശിവേട്ടനെ പറഞ്ഞയച്ചത്? വൈജയന്തി തന്റെ അതൃപ്തിയും പരിഭവവും ഒട്ടും മറച്ചു വച്ചില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. സ്റ്റാൻലിയുടെ വീട്ടിൽ പോയില്ലേ ശിവേട്ടൻ? പൊല്ലൂരിലെ തറവാട്ടിലാ പോയത്. അത് തന്നെ കണ്ടുപിടിക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അവിടെ ചെന്നിട്ടോ? സ്റ്റാൻലി അവിടെ അല്ല താമസം, വേറൊരു സ്ഥലത്താ. എവിടെ? ഏതോ ഒരു സ്ഥലപ്പേര് പറഞ്ഞു, ഞാനത് ഓർക്കുന്നില്ല. സ്റ്റാൻലിയെ അന്വേഷിച്ചു പോയിട്ട് സ്റ്റാൻലി താമസിക്കുന്ന സ്ഥലപ്പേര് മറന്നെന്നോ? എന്തോ ഒരു പുഴ കൂട്ടിയുള്ള പേരാ. ശിവേട്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആ, കുളത്തൂപ്പുഴ. ശിവേട്ടൻ അവിടെ നിന്ന് പോകാമായിരുന്നില്ലേ? അലീന സ്റ്റാൻലിയുടെ കൂടെയാണോ താമസം? അവിടെ അവളുടെ ജോലി എന്താണ് എന്നൊക്കെ അറിയായിരുന്നല്ലോ. അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയല്ലേ പോയത്? വൈജയന്തി ചോദിച്ചു. നമ്മൾ എന്തിനാ വൈജയ് അലീനയുടെ കാര്യം അന്വേഷിക്കുന്നേ? ബബിതയോട് സ്റ്റാൻലി നിന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാ പോരെ? എന്നിട്ട് അതെങ്കിലും അന്വേഷിച്ചോ ശിവേട്ടൻ? ബബിതയുടെ പെരുമാറ്റത്തിൽ ഇതുവരെ നിനക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല. എന്നാലും ശിവേട്ടൻ കുളത്തൂപ്പുഴയ്ക്ക് പോകണമായിരുന്നു. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? സ്റ്റാൻലി എങ്ങനെ ജീവിക്കുന്നു എന്നാണോ? എനിക്കതറിയേണ്ട കാര്യം എന്താ ശിവേട്ട? അലീനയുടെ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞാ മതി. സ്റ്റാൻലിയിൽ നിന്ന് അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒന്നുമില്ല ജയന്തി. സ്റ്റാൻലിക്കും ഭാര്യയും മക്കളും ഉള്ളതല്ലേ. പഴയതൊക്കെ അയാൾ ഹൈഡ് ചെയ്യാനല്ലേ ശ്രമിക്കൂ. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അയാളുടെ ക്യാരക്ടർ പോവില്ലേ? ആ പോയിന്റ് ശരിയാണെന്ന് ജയന്തിക്കും തോന്നി. തന്നെ പോലെ തന്നെ സ്റ്റാൻലിയും സ്വന്തം ഭൂതകാലം മറച്ചു വയ്ക്കാനേ സാധ്യതയുള്ളൂ. ആ ചിന്ത അവൾക്ക് ഒട്ടൊരു ആശ്വാസം നൽകി. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ശിവേട്ട. ശിവേട്ടൻ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, ബുദ്ധിമുട്ടിക്കുന്നില്ല. കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ടെറസിന്റെ സ്റ്റെയർകേസിലേക്ക് തിരിഞ്ഞ വൈജയന്തി ഞെട്ടിപ്പോയി. കൃഷ്ണജ 2 പടി താഴെ നോക്കി നിൽക്കുന്നു. അമ്മ ഇവിടെ ഈ ഇരട്ടത്ത് എന്തു ചെയ്യുക? താഴെ എവിടെയെല്ലാം നോക്കി, ആളെ കാണാനില്ല. കൃഷ്ണജ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഞാനിവിടെ ഫോൺ ചെയ്യുക. നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാൻ? അത്താഴം എടുത്തു വെച്ചിട്ട് ബബിതേച്ചി വിളിയോട് വിളി. കഴിക്കണ്ടായോ? ആ, ഞാൻ വരുന്നു. കുറെ നേരമായോ നീ ഇവിടെ വന്ന് തൂണുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അവൾ വല്ലതും കേട്ടുപോ എന്നായിരുന്നു വൈജയന്തിയുടെ സംശയം. അമ്മ ആർക്കാ ഇത്ര രഹസ്യമായിട്ട് ഫോൺ ചെയ്തോണ്ടിരുന്നേ? പടികൾ ഇറങ്ങുന്നതിനിടയിൽ കൃഷ്ണജി ചോദിച്ചു. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ബബിത അത്താഴം വിളമ്പി വെച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത്താഴം കഴിക്കാനിരിക്കെ വൈജയന്തി ബബിതയോട് ചോദിച്ചു. നീയും അലീനയും താമസിക്കുന്നിടത്ത് സ്റ്റാൻലി പതിവായി വരാറുണ്ടായിരുന്നോ? അത് സ്റ്റാൻലി പപ്പയുടെ വീടാ അമ്മേ, ബബിത പറഞ്ഞു. വൈജയന്തിക്കൊരു നടുക്കമുണ്ടായി. ശിവേട്ടൻ ചോദിച്ചപ്പോ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഏതോ വീടിന്റെ പോർഷൻ ആണെന്നല്ലേ? സ്റ്റാൻലി പപ്പയുടെ വീടിന്റെ ഒരു പോർഷൻ. ആരാ ഈ സ്റ്റാൻലി പപ്പ? നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ബബിതേച്ചി ഇപ്രാവശ്യത്തെ വരവിന് ഇറക്കുമതി ചെയ്ത ഐറ്റം ആണല്ലോ, കൃഷ്ണജ ചോദിച്ചു. അതൊരു പട്ടാളക്കാരൻ. നീലഗിരിയിലെ നമ്മുടെ അങ്കിളിനെ പോലെ ആഗ്ര കന്റോൺമെന്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് പിന്നെയും ഒരു നടുക്കം കൂടിയുണ്ടായി. പക്ഷെ ബബിത മുഖത്ത് നോക്കുന്നേയില്ല. കൃഷ്ണജിയോടാണ് പറയുന്നത്. നമ്മുടെ അമ്മയും കുറെ കാലം ആഗ്രയിൽ ഉണ്ടായിരുന്നില്ലേ ബബിത ചേച്ചി, നീലഗിരിയിലെ അങ്കിളിന്റെ കൂടെ? കൃഷ്ണജ ചോദിച്ചു. വൈജയന്തിയുടെ നെഞ്ച് കിടിലം കൊണ്ടു. ബബിത തലതിരിച്ച് വൈജയന്തിയെ നോക്കി. വൈജയന്തി പിന്നെയും ഞെട്ടി. ശരിയാണല്ലോ, ഞാൻ അക്കാര്യം മറന്നേ പോയി. അവൾ അതിശയം നടിച്ചു. അത് ഏത് കാലത്തായിരുന്നു അമ്മേ? ആ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അമ്മയ്ക്കല്ലെങ്കിലും ചില കാര്യങ്ങളിൽ ഭയങ്കര മറവിയാ. അമ്മ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തിട്ടില്ലേ? വൈജയന്തിയുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ട്.
ബബിത ഓരോന്നും ചോദിക്കുമ്പോൾ. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. ശിവനങ്കിളാണോ അതോ കമലാന്റിയാണോ? വൈജയന്തിയുടെ എരിയുന്ന നെഞ്ചിലൊരു തണുപ്പ് വീണു. സ്റ്റാൻലി പറഞ്ഞിട്ടുള്ള അറിവല്ല ബബിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെ പറയാൻ എന്താ കാരണം? കൃഷ്ണ ചോദിച്ചു. ഈ പറഞ്ഞ സ്റ്റാൻലി പപ്പയാണ് ഇപ്പം അലിനി ചേച്ചിയുടെ എല്ലാം എല്ലാം. എല്ലാം എല്ലാം എന്ന് വെച്ചാൽ? കൃഷ്ണയുടെ പുരികം വളഞ്ഞു. എംപ്ലോയർ ആൻഡ് ലോക്കൽ ഗാർഡിയൻ. ഓ, അത് ശരി. സ്റ്റാൻലി എന്തിനാ അവളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? വൈജയന്തി ചോദിച്ചു. അമ്മേ, അതൊരു വലിയ വീടാ. പഴയ മട്ടിലുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. അത് വെറുതെ കിടക്കുക, ബബിത പറഞ്ഞു. അവിടെ വേറെ ആരും താമസമില്ലേ? കുറെ ജോലിക്കാരുണ്ട്. പിന്നെ സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചനുണ്ട്. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളുമില്ലേ? 4 മക്കളുണ്ടെന്ന് അമ്മയോട് നേരിട്ട് പറഞ്ഞതല്ലേ സ്റ്റാൻലി പപ്പ? ഇത്ര പെട്ടെന്ന് മറന്നോ? ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല. ഭാര്യയുമുണ്ട്. അവർ വേറൊരു വീട്ടിലായിരുന്നു താമസം. പിണങ്ങി താമസിക്കുകയാണോ? വൈജയന്തിക്ക് ആകാംക്ഷയായി. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവൾ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും. വൈജയന്തി ബബിതയെ സൂക്ഷിച്ചു നോക്കി. അലിനി ചേച്ചി കഴിഞ്ഞ വർഷമല്ലേ അവിടെ പോയത്? സ്റ്റാൻലി പപ്പിയും എൽസമ്മ ആന്റിയും വളരെ വർഷങ്ങളായിട്ട് പിണക്കത്തിലായിരുന്നു. എന്താ കാരണം? വൈജയന്തി അതറിയാനുള്ള ആകാംക്ഷ മറച്ചു പിടിച്ച് അലസമട്ടിൽ ചോദിച്ചു. എന്തൊക്കെയോ കാരണങ്ങൾ. ഓരോ തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണെന്ന അലിന ചേച്ചി പറഞ്ഞത്. അലീന ചെന്നതോടെ അത് ഇരട്ടിച്ചു കാണും, വൈജയന്തി ഉത്സാഹത്തോടെ പറഞ്ഞു. അതെ, അലിന ചേച്ചിയുടെ വരവ് ആദ്യം എൽസമ്മ ആന്റിക്കും റിലേറ്റീവ്സിനും ഒന്നും ഒട്ടും പിടിച്ചില്ല. അവർ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്കറിയാം അവൾ എവിടെ ചെന്നാലും അവിടെ കലാപമുണ്ടാക്കും. ബബിത സഹതാപത്തോടെ വൈജയന്തിയെ നോക്കി. പക്ഷേ അമ്മ വിചാരിക്കുന്ന പോലെയല്ല സംഭവം. എൽസമ്മ ആന്റി വീണ് കിടപ്പിലായിപ്പോയി. ഡോക്ടർമാരും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും ഉപേക്ഷിച്ചു. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാതായി. തളർന്നു കിടക്കുക. അനങ്ങാൻ വയ്യ, മിണ്ടാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ. മരിക്കുകയുള്ളൂ എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. ആ സമയത്ത് അലിനി ചേച്ചി രണ്ടും കൽപ്പിച്ച് അവിടെ ചെന്നു. ഞാനും ഉണ്ട് കൂടെ. ബന്ധുക്കൾ അലിനി ചേച്ചിയെ തടയാൻ ശ്രമിച്ചു. സ്റ്റാൻലി പപ്പ ആരാ മോൻ? പപ്പ മിലിറ്ററി ജീപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് മീശയും തടവി ഒരു നിൽപ്പുണ്ട്. എന്താ സ്റ്റൈല്! പപ്പയുടെ അടുത്ത് എൽസമ്മ ആന്റിയുടെ ആങ്ങളമാരുടെ കളി വല്ലതും നടക്കുവോ? വീരശൂര പരാക്രമികൾ 5 പേരും വാലും ചുരുട്ടിക്കൊണ്ട് ഓടി. ബബിത ഒളി കണ്ടിട്ട് വൈജയന്തിയെ നോക്കി. അമ്മയുടെ ചുണ്ടിലൊരു മന്ദഹാസന തിളക്കം അവൾ കണ്ടു. അമ്മയ്ക്കൊരു സംഭവം കേൾക്കണോ? ഓ, വൈജയന്തി ഒരലക്ഷ്യ സ്വരം പുറപ്പെടുവിച്ചു. എൽസമ്മ ആന്റിയുടെ ചേച്ചി ഒരു ദിവസം അലീന ചേച്ചിയുടെ കാലിൽ കൂടി കാർ ഓടിച്ചു കയറ്റി. അയ്യോ, എന്നിട്ട് എന്തു പറ്റി ചേച്ചിക്ക്? കൃഷ്ണ ചോദിച്ചു. കാൽവിരലിന്റെ അസ്ഥി പൊട്ടി. ആ സ്ത്രീ മനഃപൂർവ്വം ചെയ്തതാ. വിവരം അറിഞ്ഞപ്പം പപ്പ അങ്ങോട്ട് ചെന്നു. അലീന ചേച്ചി ഇടിച്ച കാറ് ആന്റിയുടെ കാർ പോർച്ചിൽ കിടക്കുക. അമ്മയുടെ മുഖത്തെ ആകാംക്ഷ ബബിത ശ്രദ്ധിച്ചു. സ്റ്റാൻലി പപ്പയുടെ മിലിറ്ററി ജീപ്പ് പാഞ്ഞു ചെന്ന് അലീന ചേച്ചിയുടെ കാലുടിച്ച കാറിനിട്ട് ഒറ്റയിടി. പിന്നെ ചറപറാന്ന് ഇടിച്ചിടിച്ച് അതൊരു പാട്ട കഷ്ണം പോലെ ചുളുക്കി. ആ കാറിന്റെ ഉടമസ്ഥൻ കേസിനൊന്നും പോയില്ലേ? വൈജയന്തി ചോദിച്ചു. പോയാൽ എന്താ മെച്ചം? സ്റ്റാൻലി പപ്പ എൽസമ്മ ആന്റിക്ക് വാങ്ങിക്കൊടുത്ത കാറായിരുന്നു അത്. എൽസമ്മ ആന്റിയുടെ ചേച്ചിയാ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത കാർ ഇടിച്ചു തകർക്കുക, അതും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അവൾ ആരാ? വെറുമൊരു ശമ്പളക്കാരി. ആളുകൾ കേട്ടാൽ എന്തു പറയും? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ശരിയല്ലെന്ന്. ഒരർത്ഥത്തിൽ അമ്മയുടെ വാദം ശരിയാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. സ്റ്റാൻലി പപ്പയും അലീന ചേച്ചിയും തമ്മിൽ അതിരു കവിഞ്ഞൊരു വൈകാരിക അടുപ്പത്തിന്റെ അടയാളം അമ്മ കാണുന്നുണ്ട്. പക്ഷേ അത് അച്ഛനും മകളുമാണെന്ന് ബബിതയ്ക്ക് പറയാനും വയ്യ. അമ്മ ഇത് കേൾക്ക്. എൽസമ്മ ആന്റി മരിക്കാറായി കിടക്കുക. നാറ്റം കാരണം ആന്റി കിടക്കുന്ന റൂമിലേക്ക് കേറാനേ വയ്യ. അലീന ചേച്ചി എന്ന് അതങ്ങ് ഏറ്റെടുത്തു. ബെഡ്സോറ് വന്ന് പൊട്ടിയളിഞ്ഞ് എല്ലരിച്ച ആ ഡെഡ് ബോഡിയിലേക്ക് അലീന ചേച്ചി ശ്വാസം ഊതി കൊടുത്തു എന്ന് പറയുന്നതാ ശരി. അത്രയ്ക്ക് അതിശോക്തിയൊന്നും വേണ്ട. അവൾ ദൈവമൊന്നും അല്ലല്ലോ, വൈജയന്തി പറഞ്ഞു. ഇപ്പം എൽസമ്മ ആന്റിക്ക് അലീന ചേച്ചി ദൈവമാ. ചേച്ചിയില്ലെങ്കിൽ താൻ 4 ദിവസം കൂടി തികച്ച് ജീവിക്കില്ലായിരുന്നു എന്ന് ആന്റിക്കറിയാം. എനിക്കും അറിയാം. ഞാൻ നേരിട്ട് കണ്ടതല്ലേ. അമ്മയ്ക്കറിയോ, ആരെങ്കിലും താങ്ങി പിടിക്കാനുണ്ടെങ്കിൽ എൽസമ്മ ആന്റി ഇപ്പം എണീറ്റ് നടക്കും. അലീന ചേച്ചി എന്തു പറഞ്ഞാലും കേട്ടോളും. വഴക്കു പറഞ്ഞാലും പിണക്കമില്ല. സ്റ്റാൻലി പപ്പയുടെ മക്കൾക്ക് 3 പേർക്കും ആദ്യമൊക്കെ അലീന ചേച്ചിയെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. സ്റ്റാൻലിക്ക് 4 മക്കളുണ്ടെന്നാണല്ലോ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോ പറഞ്ഞത്. വൈജയന്തി ഇടയ്ക്ക് കയറി. അങ്ങനെ പറഞ്ഞോ? ബബിത ഒരു നിമിഷം പതറി. പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്തു. അത് അലീന ചേച്ചിയെ കൂടി കണക്കൂട്ടിട്ടായിരിക്കും.
സ്വന്തം മക്കളുടെ എണ്ണം പറയുമ്പോ അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർത്ത് പറയോ? എങ്കിൽ പിന്നെ നിന്നെ കൂടി ചേർത്ത് 5 പറയായിരുന്നല്ലോ. നിന്നെ മോളെ പോലെയാ കരുതിയെന്നല്ലേ നീ പറഞ്ഞത്? അത് ശരിയാണല്ലോ. കണക്ക് കൂട്ടിയപ്പം എന്നെ ഉപേക്ഷിച്ചോ? ബബിത ചിരിച്ചു. ബാക്കി കൂടി പറ ബബിതേച്ചി. കൃഷ്ണജ അതീവ താല്പര്യത്തിലാണ് കേൾക്കുന്നത്. എവിടാ നമ്മൾ നിർത്തിയത്? സ്റ്റാൻലി പപ്പിയുടെ മക്കൾക്ക് അലിനി ചേച്ചിയെ ഇഷ്ടമേ അല്ലായിരുന്നു. ഇപ്പോ അതെല്ലാം മാറി. ഇപ്പൊ അലിനി ചേച്ചി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ വയ്യ. അലിനി ചേച്ചി പറയുന്നതാ വേദവാക്യം. എൽസമാൻഡിയും മക്കളും എത്ര വർഷമായിട്ട് പപ്പയെ പിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നതാ. മക്കൾക്കെല്ലാം സ്റ്റാൻലി പപ്പയോട് വിരോധമായിരുന്നു. അലിനി ചേച്ചി അതെല്ലാം മാറ്റിയെടുത്തു. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് സ്റ്റാൻലി പപ്പ താമസിക്കുന്ന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു. നിന്നോട് ഇതൊക്കെ പറഞ്ഞതും അവള് തന്നെയല്ലേ? അല്ല, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാ ഞാൻ ഈ പറയുന്നേ. എൽസമ്മയാന്റി മക്കളും താമസിച്ചിരുന്ന വീട്ടിൽ ഞാനും അലിന ചേച്ചിയോടൊപ്പം പോയി കുറെ നാൾ താമസിച്ചതല്ലേ. നീ അവിടെയും പോയി താമസിച്ചോ? അലിന ചേച്ചി താമസിക്കുന്നിടത്തല്ലേ എനിക്കും നിൽക്കാൻ പറ്റൂ. സ്റ്റാൻലിയുടെ മക്കൾ എവിടെ വരെ എത്തി? വൈജയന്തി വിഷയം മാറ്റി. മൂത്തവൾ ടാനിയ, ഡിഗ്രിക്ക് പഠിക്കുക. രണ്ടാമത്തവൾ ടെൽസ, ഹൈസ്കൂളിലായിട്ടേ ഉള്ളൂ. മൂന്നാമത്തെയാൾ ടോജോ, അവനും ഹൈസ്കൂൾ. ടെൽസയ്ക്ക് ഇത്തിരി ബുദ്ധിക്കുറവുണ്ടമ്മേ, എന്നാലും നല്ല സ്നേഹമുള്ള കുട്ടിയാ. ജന്മനാ തന്നെ ബുദ്ധിമാന്ദ്യമുണ്ടോ? വൈജയന്തി ചോദിച്ചു. അതറിയില്ല. അലിനി ചേച്ചി അവളെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് കേട്ടു. അവളാണോ അവിടെ എല്ലാം തീരുമാനിക്കുന്നേ? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. അലിനി ചേച്ചി അവിടുത്തെ ഓൾറൗണ്ടർ ആണെന്ന്. അവിടുത്തെ പട്ടികൾക്ക് പോലും അലിനി ചേച്ചിയുടെ ഭാഷ അറിയാം. അതിവിടെ വെച്ചും അങ്ങനെ ആയിരുന്നല്ലോ, കൃഷ്ണജ പറഞ്ഞു. ആ ഡോക്ടറുടെ പട്ടിയില്ലേ റിങ്കു, അവൻ അലിനി ചേച്ചിയോട് വർത്തമാനം പറയുമായിരുന്നല്ലോ. അത്താഴത്തിന് ശേഷം അടുക്കള ഒതുക്കിയിട്ട് ബബിത വൈജയന്തിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ട് വൈജയന്തി ചോദിച്ചു, എന്താ ഒരു കള്ളത്തരം? ഇന്ന് നീ ഇവിടെ തന്നാണോ? പിന്നല്ലാതെ. അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്ന പോലൊരു സുഖം വേറെ എവിടെങ്കിലും കിട്ടുമോ? ഇന്നലെയും മിനിഞ്ഞാന്നും ബബിത വൈജയന്തിയോടൊപ്പമായിരുന്നു. ലൈറ്റ് അണച്ച് കിടന്ന ശേഷം വൈജയന്തി ചോദിച്ചു, അവിടെ നീ ഒറ്റയ്ക്കായിരുന്നോ കിടപ്പ്? സ്റ്റാൻലിയുടെ വീട്ടിൽ? ഞാനും മലിന ചേച്ചിയും കൂടി. ആന്റിയും മക്കളും കൂടി വന്നു കഴിഞ്ഞപ്പം ഞാനും മലിന ചേച്ചിയും ടാനിയും ടെൽസയും കൂടി കിടക്കും. അത് വലിയ വീടാണോ? ബെഡ്റൂമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. സ്റ്റാൻലിയുടെ ബന്ധുക്കളെ ആരെങ്കിലും നീ കണ്ടോ? അവതക്കുട്ടിച്ചായൻ, സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചൻ. നല്ല അടുപ്പമായിരുന്നോ നിങ്ങൾ തമ്മിൽ? അലീനയോടോ? എന്റെ അമ്മേ, സ്റ്റാൻലി പപ്പയുടെ വീട്ടുകാർക്കും അലീന ചേച്ചി എന്ന് വെച്ചാ വലിയ കാര്യമാ. സ്റ്റാൻലി പപ്പയും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. അലീന ചേച്ചിയാ എല്ലാവരെയും കൂട്ടിയിണക്കിയത്. അമ്മയ്ക്കൊരു കഥ കേൾക്കണോ? നീ പറ, കേൾക്കാം. സ്റ്റാൻലി പപ്പയ്ക്ക് ഒരനുജത്തിയുണ്ട്, ഷെറിൻ. പുള്ളിക്കാരി ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലായി. കല്യാണം വരെ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആ സമയത്ത് ഷെറിൻ ചേച്ചി ഗർഭിണിയാ. എന്തു പറഞ്ഞിട്ടും ചേച്ചി ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറായില്ല. ചേച്ചി സ്നേഹിച്ചിരുന്നയാളിന്റെ കുഞ്ഞല്ലേ, വീട്ടുകാരെന്തു ചെയ്യും? ഒടുവിൽ നെയ്യാറ്റിൻകരയോ മറ്റോ ഒരു ഹോസ്പിറ്റൽ വെച്ച് രഹസ്യപ്രസവം നടത്തി. വൈജയന്തി ഞെട്ടിപ്പോയി. നെയ്യാറ്റിൻകരയോ? അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാ പറഞ്ഞത്. അല്ലല്ല, നെടുമങ്ങാട്, ബബിത തിരുത്തി. വൈജയന്തിക്ക് ശ്വാസം നേരെ വീണു. എന്നിട്ട് വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി. ഷെറിൻ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർഫനേജിൽ പോയി കുട്ടിയെ കാണാം. 1-2 വർഷം കഴിഞ്ഞപ്പോ വീട്ടുകാർ ഷെറിൻ ചേച്ചിയെ ഒരു ഗൾഫുകാരൻ ചെക്കന് കെട്ടിച്ചു കൊടുത്തു. അടുത്ത അവധിക്ക് ഷെറിൻ ചേച്ചി നാട്ടിൽ വന്നപ്പം കുഞ്ഞിനെ കാണാൻ ഓർഫനേജിൽ ചെന്നു. അന്നേരം കുഞ്ഞവിടെ ഇല്ല. എന്തു പറ്റി? വൈജയന്തിക്ക് ജിജ്ഞാസയേറി. ആരും അറിയാതെ വീട്ടുകാർ നാട് കടത്തിക്കളഞ്ഞു. അതോടെ ഷെറിൻ ചേച്ചിയുടെ മാനസിക നില തെറ്റി. ചേച്ചിയുടെ ഭർത്താവ് വിവരം അറിഞ്ഞു. ചേച്ചിയെ പുനലൂരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ചു. അലിനി ചേച്ചി ചെല്ലുമ്പം ഏതാണ്ടൊരു മുഴുഭ്രാന്തിയാ ഷെറിൻ ചേച്ചി. അലിനി ചേച്ചി അവരെ സ്റ്റാൻലി പപ്പയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ പറ്റി അന്വേഷണം നടത്തി. സ്റ്റാൻലി പപ്പയുടെ ഒരു പെങ്ങൾ സിക്കിമിൽ കന്യാസ്ത്രീയ. അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ആ കുട്ടി എവിടെയാണെന്ന്. അലിനി ചേച്ചി പപ്പയും കൂട്ടി സിക്കിമിൽ ചെന്ന് ആ രഹസ്യം കണ്ടുപിടിച്ചു. അപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്. അലിന ചേച്ചിയുടെയും രേവതിക്കുട്ടിയുടെയും കൂടെ സ്നേഹനികേതനിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു അത്. അതിനെ കൊല്ലത്ത് ഒരു ഓർഫനേജ് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയോ? അമ്മ എറണാകുളത്ത് മാമച്ചനങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഒരു കൊച്ചിനെ കണ്ടില്ലേ, ഒരു മിടുക്കിക്കുട്ടി, ചിന്നുമോൾ. ആ കണ്ടു. അത് ഷെറിൻ ചേച്ചിയുടെ മോളാ. ആ കുട്ടി എങ്ങനെയാ മാമച്ചന്റെ വീട്ടിൽ?
ഓ, അത് പറഞ്ഞില്ലല്ലോ. മാമച്ചനങ്ങളിന്റെ മകനെയാ ഷെറിൻ ചേച്ചി സ്നേഹിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായോ? വൈജയന്തിക്ക് അതിശയമായി. അത് കൊള്ളാമല്ലോ. ഇപ്പം അവളുടെ ഭ്രാന്ത് മാറിയോ? ഒക്കെ സുഖപ്പെട്ടു അമ്മേ. എന്നു മാത്രമല്ല, ഷെറിൻ ചേച്ചിയെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച ആളെയും അലീന ചേച്ചി മുൻകൈ എടുത്ത് തിരികെ കൊണ്ടുവന്നു. ഇപ്പം എന്തൊരു സന്തോഷമാണെന്നറിയോ അവർക്ക്. അമ്മയ്ക്കു മാത്രമേ അലീന ചേച്ചിയോട് വിരോധമുള്ളൂ. എനിക്കും കൃഷ്ണമോൾക്കും രോഹിയേട്ടനും മനുവേട്ടനും അച്ഛനും എല്ലാവർക്കും അലീന ചേച്ചി ഇഷ്ടമാ. അമ്മ പറയുന്ന പോലെ കൊള്ളരുതാത്ത ഒരു പെണ്ണിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണിൽ അവൾ പൊടിയിട്ട് മയക്കി. എന്തു പൊടി? മൂക്ക് പൊടിയോ? ചുമ്മാ വിവരക്കേട് പറയല്ലേ അമ്മേ. അമ്മ ഒരു കോളേജ് അധ്യാപികയല്ലേ. അമ്മ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിനു വേണ്ടി അലീന ചേച്ചി എന്തെല്ലാം ത്യാഗം ചെയ്തു. കൃഷ്ണമോളെ സ്വന്തം അനുജത്തിയെ പോലില്ലേ സംരക്ഷിച്ചത്. രോഹിയേട്ടനെ എങ്ങനെ രക്ഷിച്ചെടുത്തതെന്ന് അമ്മയ്ക്ക് അറിയാലോ. അച്ഛൻ എപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അലീന ചേച്ചി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടല്ലേ. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. എന്നിട്ടൊടുവിൽ അലീന ചേച്ചിയുടെ പേര് പറഞ്ഞ് അമ്മ അച്ഛനെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തു. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. അത് തെറ്റായി പോയെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് തെറ്റു പറ്റിയമ്മേ, ബബിത അറുത്തു മുറിച്ചു പറഞ്ഞു. അമ്മ കൊല്ലപ്പള്ളിയിലെ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. അങ്കിളും പറയും അമ്മയ്ക്ക് തെറ്റു പറ്റിയെന്ന്. ഇല്ലടി, ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ബബിത പിടഞ്ഞെഴുന്നേറ്റിരുന്നു. അമ്മയ്ക്ക് തെറ്റുപറ്റി 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 1000 തവണ ഞാനിത് പറയും. ഒരാവേശം സാധിച്ചതുപോലെ ബബിത വീരോടെ പറഞ്ഞുകൊണ്ടിരുന്നു. തെറ്റിപ്പോയെന്ന് അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ബബിതയുടെ നേർക്ക് ആശ്ചര്യപ്പെട്ട് തുറച്ചു നോക്കിക്കൊണ്ട് വൈജയന്തി അനങ്ങാതെ കിടന്നു. ബബിത ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. താൻ ആവേശത്തിലധികം ആവേശപരിധിയായിപ്പോയെന്ന് ബബിതയ്ക്ക് തോന്നി. അവൾ വൈജയന്തിക്ക് അഭിമുഖമായി കിടന്നിട്ട് വലതു കൈയെടുത്ത് അവരുടെ തോളത്ത് വെച്ചു. ചുമലിലും കഴുത്തിലും തലോടി. സോറി. പതിയെ ഒരിക്കൽ കൂടി അവൾ അത് ആവർത്തിച്ചു. സോറി അമ്മേ. വൈജയന്തി മിണ്ടിയില്ല. ചിന്നുമോളുടെ കാര്യം പറഞ്ഞില്ല ഞാൻ. ബബിത അമ്മയുടെ നെറ്റിയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലൊരു കഥയാ അലീന ചേച്ചിയുടേതും. എന്നെപ്പോലെ നല്ലൊരു കുടുംബത്ത് ജനിക്കേണ്ടിയിരുന്നതാ. ചോരക്കുഞ്ഞായിരുന്നപ്പോഴേ ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോഴും അലീന ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒന്നും വേണ്ട. കിട്ടുന്നതെല്ലാം ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്നേയുള്ളൂ. സ്റ്റാൻലി പപ്പയുടെ വീട്ടിലും അലീന ചേച്ചി നിൽക്കില്ല. നിർത്തിപ്പോയ ഓർഫനേജ് വീണ്ടും തുടങ്ങണമെന്ന ആഗ്രഹം. അതിനുള്ള ഫണ്ട് കിട്ടിയാൽ ഉടനെ പോയി സ്നേഹനികേതനം തുടങ്ങും. ഇതൊക്കെ ശരിയാണോ? നിനക്ക് തെറ്റുപറ്റിയതാണോ? വൈജയന്തി ചിന്തയിലാണ്ടു. അമ്മയ്ക്കറിയോ, ആദ്യത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടപ്പോഴും എന്റെ മനസ്സിൽ ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിക്കണം. അടുത്ത തവണ മരണം ഉറപ്പാക്കണം. അലീന ചേച്ചി എന്റെ നിഴൽ പോലെ കൂടെ നിന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് ഞാൻ അത് ചെയ്തേനെ. വൈജയന്തിക്ക് ഒരു ഉൾക്കിടലമുണ്ടായി. ബബിത ദീർഘനിശ്വാസം എടുത്തു. അലീന ചേച്ചിക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അമ്മയുടെ മോള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് കാരണം ഒരേ ഒരാളെയുള്ളൂ, അലീന ചേച്ചി. അമ്മയ്ക്കറിയോ, അമ്മയ്ക്കെതിരായിട്ട് ഒരു വാക്കുപോലും ഇതുവരെ അലീന ചേച്ചിയുടെ നാവിന്ന് വീണിട്ടില്ല. അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകാൻ മാമച്ചനങ്ങളുടെ വീട്ടിൽ വന്നപ്പോ എനിക്കൊട്ടും മനസ്സിലായിരുന്നു അമ്മയുടെ കൂടെ പോരാൻ. അലീന ചേച്ചിയോട് വിളിച്ചു ചോദിച്ചപ്പം നീ പോകണ്ടടിന്ന് പറയുമെന്നാ ഞാൻ കരുതിയത്. പകരം അലീന ചേച്ചി എന്തു പറഞ്ഞെന്നറിയോ? മോളെ, അമ്മ എവിടെയെല്ലാം തോറ്റു. വല്ലപ്പോഴും അമ്മയ്ക്കൊന്ന് ജയിക്കണ്ടേ എന്ന് എന്നെ നിർബന്ധിച്ച അമ്മയുടെ കൂടെ അയച്ചത്. അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നും പറഞ്ഞു. പകരം അമ്മയോ അലീന ചേച്ചി വിളിച്ച് ഒരു നന്ദിവാക്ക് പറയേണ്ടതായിരുന്നു. എന്റെ മോളെ രക്ഷിച്ചു തന്നല്ലോ, താങ്ക്സ്. അത്രയും മതിയായിരുന്നു. ഇപ്പോഴും വൈകിപ്പോയിട്ടൊന്നുമില്ല. അമ്മ ചേച്ചിയെ മോളേന്നൊന്ന് വിളിച്ചാ മതി. അലീന ചേച്ചി ഓടി വന്ന് അമ്മയുടെ കാലിൽ വീഴുമല്ലോ. സ്നേഹാധിക്യത്തോടെയാണ് ബബിത പറയുന്നത്. മുടിക്ക് മീതെ തലോടുന്നുമുണ്ട്. വൈജയന്തിയുടെ മനസ്സിലും എവിടെയൊക്കെയോ മഞ്ഞുരുകിക്കൊണ്ടിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. ബബിത പിടഞ്ഞെണീറ്റിരുന്നു. നാളെയോ മറ്റോ നീ ഒന്ന് വിളിച്ചാ മതി. എന്തിനാ നാളെ? ഇപ്പം, ബബിത നിലവിളിച്ചു. ഇപ്പോഴെല്ലാവരും ഉറക്കം പിടിച്ചു കാണും. അലീന ചേച്ചി ഉറങ്ങിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. ബബിത ഒറ്റ കുതിപ്പിന് മേശപ്പുറത്ത് നിന്ന് സെൽഫോൺ ഡാഞ്ചിയെടുത്തു. ഞൊടിയിടയിൽ അലീനയുടെ നമ്പർ ഡയൽ ചെയ്തു. കോൾ ബട്ടൺ അമർത്തി വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. വൈജയന്തി തെല്ലൊരു വൈക്ലഭ്യത്തോടെ ഫോൺ കാതോട് ചേർത്തു. മറുവശത്ത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെൽസിയാണ് ഫോൺ എടുത്തു കൊണ്ടുപോയി അലീനയ്ക്ക് കൊടുത്തത്. അലീന എൽസമ്മയുടെ മുറിയിലായിരുന്നു. ബബിത ചേച്ചിയാ, ടെൽസ പറഞ്ഞു. ബബിതയുടെ പേര് ഫോണിൽ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മോളെ, മമ്മിയുടെ കാല് തടവി കൊടുക്കണേ. അലീന താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ടെൽസിയെ ഏൽപ്പിച്ചിട്ട്
ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്ത് നിന്ന് പ്രതികരണമില്ല. ബബിതേ, മോളു നീ എവിടെയാ? മറുവശത്ത് നിന്ന് അടക്കി പിടിച്ച് ആരോ പറയുന്നു. നീ ആദ്യം സംസാരിക്ക്, ദാ പിടിക്ക്. കൃഷ്ണയാണോ? ഹലോ ചേച്ചി. ബബിതയുടെ ശബ്ദം അലീന തിരിച്ചറിഞ്ഞു. എന്താ അവിടെ ഒരു പിടിവലിയും കുശുകുശുപ്പും? ഞാനും അമ്മയും കൂടിയാ ചേച്ചി. നീയും അമ്മയും കൂടിയോ? ഇപ്പം വലിയ കൂട്ടാണോടി? പിന്നെയല്ലേ, ഞങ്ങളിപ്പം ഒന്നിച്ചാ കിടന്നുറങ്ങുന്നത് പോലും. ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം പിന്നെ മതി ചേച്ചി, ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കട്ടെ. അലീന അത്ഭുത പരതന്ത്രയായി. അമ്മ എന്നോട് സംസാരിക്കോ? ആ പിന്നെ, സംസാരിച്ചാലെന്താ? നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞിട്ടുണ്ടോ എന്നെപ്പറ്റി? ഒന്നുമില്ലെന്നേ. ദേ കൊടുക്കുവാണേ. അലീന ഉദ്വേഗപരിധിയായി. ബബിത അവിടെ ചെന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ. ഹലോ. വൈജയന്തിയുടെ സ്വരം അവൾ കേട്ടു. ഹലോ. അവൾ മറുപടി നൽകി. ബബിതയെ നീ നല്ലപോലെ നോക്കിയെന്ന് അവൾ ഇവിടെ വന്നപ്പോ പറഞ്ഞു. ഞാനൊരു താങ്ക്സ് പറയണമെന്ന് അവൾ നിർബന്ധിക്കുന്നു. അവളുടെ താല്പര്യം ഞാൻ നോക്കണമല്ലോ. എനിവേ, താങ്ക്സ്. ഞാൻ നിർബന്ധിച്ചോ അമ്മയെ? ബബിത അമ്മയോട് ദേഷ്യപ്പെടുന്നത് അലീന ഫോണിലൂടെ കേട്ടു. അലീന ചേച്ചി വിളിക്കാൻ ഞാൻ പറഞ്ഞോ? അമ്മ തന്നെയല്ലേ പറഞ്ഞത് താങ്ക്സ് പറഞ്ഞേക്കാമെന്ന്. അതിനിപ്പം എന്തു പറ്റി? ഞാൻ താങ്ക്സ് പറഞ്ഞല്ലോ. ഇങ്ങനെ താങ്ക്സ് പറയുന്നതിനേക്കാൾ ഭേദം രണ്ട് ചീത്ത പറയുന്നതായിരുന്നു. ആളെ വിളിച്ചിട്ട് കളിയാക്കണ പോലെ. കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. അമ്മ ഒന്നും മിണ്ടുന്നില്ല. സാധാരണഗതിയിൽ ബബിതയോട് തട്ടിക്കയറേണ്ടതാണ്. വൈജയന്തിയുടെ മൗനം അലീനയെ വിസ്മയം കൊള്ളിച്ചു. ഒപ്പം അവൾക്ക് സങ്കടവും തോന്നി. മകളുടെ ശകാരം കേട്ട് മിണ്ടാതിരിക്കുകയാണ് അമ്മ. ബബിതേ. അലീന വിളിച്ചു. മൂന്നോ നാലോ ആവർത്തിച്ച് വിളിച്ച ശേഷമേ ബബിതയുടെ പ്രതികരണം ഉണ്ടായുള്ളൂ. അലീന ചേച്ചി, സോറി. അമ്മ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സോറി ചേച്ചി. അവളുടെ സ്വരത്തിൽ ക്ഷമാപണം നിറഞ്ഞു നിന്നു. നീ എന്തിനാ മോളെ സോറി പറയുന്നേ? അമ്മയെ കൊണ്ട് എൻ്റെ അടുത്ത് രണ്ടു വാക്ക് സംസാരിപ്പിക്കാൻ നിനക്ക് സാധിച്ചല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാ. എന്നോടമ്മയ്ക്ക് എന്തുമാത്രം ശത്രുത ഉണ്ടായിരുന്നു എന്ന് നീ ഓർക്കണം. അതെല്ലാം മാറ്റി വെച്ചിട്ടല്ലേ ഇപ്പോ താങ്ക്സ് പറയാനുള്ള സന്മനസ് കാട്ടിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് നീ ഇത്രയൊക്കെ സാധിച്ചില്ലേ? ചേച്ചി, അമ്മയത് പറഞ്ഞ രീതിയാ എനിക്ക് പിടിക്കാഞ്ഞത്. ഒരു കുഴപ്പവുമില്ല മോളെ, എനിക്ക് സന്തോഷമായി. ശരി, ഞാൻ നാളെ രാവിലെ വിളിക്കാം. ഇന്ന് എൻ്റെ മൂഡ് പോയി. ശരി മോളു, ഗുഡ് നൈറ്റ്. കോൾ മുറിഞ്ഞ ശേഷവും അലീന ഫോണും കയ്യിൽ പിടിച്ചു നിന്നു. കഴിഞ്ഞുപോയത് ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. മനസ്സിൽ കാലുഷ്യമില്ലാതെ ഒരുപക്ഷെ ആദ്യമായി അമ്മ തന്നോട് സംസാരിച്ചു. വീട്ടുവേലയ്ക്ക് നിന്നിരുന്ന ഒരു പെണ്ണിന്റെ മുൻപിൽ തോൽവി സമ്മതിക്കാനുള്ള അമ്മയുടെ ജാള്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതും അമ്മ നിത്യശത്രുവായി പ്രഖ്യാപിച്ചവരുടെ മുന്നിൽ. അമ്മയ്ക്ക് വേണമെങ്കിൽ തന്നെ വിളിക്കാതിരിക്കാമായിരുന്നു. താങ്ക്സ് പറയാതെയും ഇരിക്കാം. ആ ഗർഭെല്ലാം മാറ്റിവെച്ചതിന് പിന്നിൽ മനസാക്ഷിയുടെ പ്രേരണയില്ലേ? എവിടെയോ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അമ്മ തിരുത്തി തുടങ്ങുന്നതിന്റെ നാന്തിയല്ലേ അത്? അലിനി ചേച്ചി, ടെൽസ വിളിച്ചു. ചേച്ചി ചുമ്മാ ഫോണും പിടിച്ചോണ്ട് നിൽക്കുവാണോ? അപ്പോഴാണ് അലീനയ്ക്ക് പരിസരബോധമുണ്ടായത്. അവൾ എൽസമ്മയുടെ കിടക്കക്കരിയിലേക്ക് ചെന്നു. ടെൽസ മമ്മിയുടെ കാൽ തടവിക്കൊണ്ടിരിക്കുകയാണ്. മതി മോളെ, അലീന പറഞ്ഞു. ടെൽസ എഴുന്നേറ്റ് വലതു കൈ കുടഞ്ഞു. അയ്യോ, എന്റെ കൈ കഴച്ചൊടിഞ്ഞു. മോള് പോയി കിടന്നോ. ചേച്ചി വരുന്നില്ലേ? ഞാൻ വന്നോളാം. ഞാൻ ഉറങ്ങാതെ കിടക്കും. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം മോളെ. അലീന അവളെ ഇടം കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് നെറ്റിയിലൊന്ന് തലോടിയാണ് അയച്ചത്. ടെൽസ ഗുഡ് നൈറ്റ് പറഞ്ഞു സന്തോഷത്തോടെ ഓടിപ്പോയി. താൻ ചെല്ലുമ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോകുമെന്ന് അലീനയ്ക്ക് അറിയാം. അലീന എൽസമ്മയുടെ ബെഡിലിരുന്നു. കണങ്കാലിലൂടെ കൈയോടിച്ചുകൊണ്ട് ചോദിച്ചു, കോച്ചി വലിച്ചലിന് കുറവുണ്ടോ? എൽസമ്മ തലയനക്കി മൂളി. നടക്കാഞ്ഞിട്ടാ. ഫിസിയോതെറാപ്പിയും വേണ്ട പോലെ ചെയ്യുന്നില്ല. ആ ഉത്സാഹമെല്ലാം എവിടെ പോയി? എൽസമ്മ മിണ്ടുന്നില്ല. ഞാനങ്ങ് പോകും. അതിനു മുൻപ് തനിയെ എഴുന്നേറ്റ് നടക്കണം, ജോലി ചെയ്യണം. താങ്ങിപ്പിടിച്ചാൽ നടക്കാമെന്ന സ്ഥിതിയിലെത്തിയപ്പോൾ എൽസമ്മ ഒന്ന് പിൻവലിഞ്ഞു എന്ന് അലീനയ്ക്ക് സംശയമുണ്ട്. എക്സസൈസ് ചെയ്യാൻ മടി, നടക്കാൻ മടി, സംസാരിക്കാൻ തീരെയും മടി. സ്വയം ഒഴിവാകാനുള്ള ഒരു ശ്രമം അതിന് പിന്നിലുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി തുടങ്ങി. ശയ്യാവലംബയായി തന്നെ തുടരാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. ഇങ്ങനെ പോയാൽ പോരാ. ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. പഞ്ചകർമ്മ ചികിത്സ വേണമെന്ന ഡോക്ടർ പറഞ്ഞത്. നാളെ ഇവിടെ വന്ന് പരിശോധിച്ചിട്ടേ അവസാന തീരുമാനം പറയൂ. ആന്റി റെഡിയായിരിക്കണം. പഞ്ചകർമ്മം എന്ന് വെച്ചാ എന്താ? അത് ഡോക്ടർ വരുമ്പം വിശദമായിട്ട് പറഞ്ഞു തരും. ഞാനിപ്പോ കഴിക്കണ മരുന്നൊക്കെ പോരെ?
പോരാ, ആന്റിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ഇതൊന്നും പോരാ. എന്ത് കള്ളത്തരം? എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. പപ്പ ഈ റൂമിൽ വന്നാൽ ഒരക്ഷരം മിണ്ടു ആന്റി? ഇല്ല, കണ്ണടച്ച് ഉറങ്ങണ മട്ടിൽ കിടക്കും. മക്കൾ വന്നാ മിണ്ടുമോ? ഗസ്റ്റുകൾ വന്നാൽ വർത്തമാനം പറയൂ? വായും പൂട്ടി കിടക്കും. സംസാരശേഷി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇത് കള്ളത്തരമല്ലേ? അത് എനിക്ക് എല്ലാവരെയും മനസ്സിലായി. ഞാൻ വീണുപോയപ്പോഴാ എന്റെ കണ്ണ് തുറന്നത്. എല്ലാവരുടെയും തനിനിറം ഞാൻ കണ്ടു. മക്കളുടെയും ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവളാ ഞാൻ. ആന്റി മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ പ്രസവിച്ചു, മുലപ്പാലൂട്ടി, അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു, അവരുടെ വസ്ത്രങ്ങൾ കഴുകി, വീട് തൂത്തു തുടച്ചു. അതെല്ലാം ജോലികൾ മാത്രമാ. ഒരമ്മയ്ക്ക്, ഹോം നേഴ്സിന്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ സ്നേഹിക്കുന്നത് അതിനൊക്കെ അപ്പുറത്താണ്. ഞങ്ങളുടെ പ്രീതാമമ്മി പറയുമായിരുന്നു, അമ്മയായവർ മക്കളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന്. ആ പ്രകാശം ഒട്ടും മറച്ചു പിടിക്കാൻ പാടില്ല. അതിനു മുൻപിലേക്ക് ഇത്തിരി പോലും ഇരുട്ട് കൊണ്ടു ചെല്ലാൻ പാടില്ല. ഞാനല്ല, സ്റ്റാൻലിയാണ് എന്റെയും മക്കളുടെയും ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവന്നത്. എന്നോടും മക്കളോടും സ്റ്റാൻലിക്ക് സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അഞ്ജലിയിലേക്ക് താമസം പോലും മാറ്റേണ്ടി വന്നത്. ഞാൻ ആന്റിയുടെ മക്കളോട് തന്നെ ചോദിച്ചു, പപ്പയുടെ ഏറ്റവും ഭയങ്കരമായ 10 കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അവർ പറഞ്ഞ 10 കുറ്റങ്ങൾ ആന്റിക്ക് കേൾക്കണ്ടേ? ഒന്നാമത്തെ കുറ്റം, മമ്മി പറയുന്ന കാര്യങ്ങൾ പപ്പ കേൾക്കാറില്ല. 2, മമ്മിയുടെ ചേച്ചിയോടും ആങ്ങളമാരോടും പപ്പയ്ക്ക് ബഹുമാനമില്ല. 3, പപ്പ എന്നും മദ്യം കഴിക്കും. 4, പപ്പ പുകവലിക്കും. 5, പപ്പ മമ്മിയുടെ അനുവാദമില്ലാതെയാണ് കുളത്തൂപ്പുഴയിലെ സ്ഥലം വാങ്ങി റബ്ബർ വച്ച് പിടിപ്പിച്ചത്. 6, പപ്പ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം ദൂർത്തടിച്ച് കളയുകയാണ്. 7, മമ്മി കുട്ടികളെയും കൂട്ടി അഞ്ചലിലേക്ക് മാറി താമസിക്കാൻ കാരണം പപ്പയാണ്. 8, നക്കാപ്പിച്ച പൈസ മാത്രമേ പപ്പ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ചെലവാക്കുന്നുള്ളൂ. ചോദിച്ചാൽ കൊടുക്കാൻ മടിയാണ്. 9, പപ്പയ്ക്ക് ഭാര്യയുടെയും മക്കളുടേതുമായ യാതൊരുവിധ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുമില്ല. എന്ന് വെച്ചാൽ പട്ടികളോടുള്ള സ്നേഹം പോലുമില്ല എന്ന് ചുരുക്കം. 10, പപ്പയോട് അഞ്ജലിയിൽ വന്ന് താമസിക്കാൻ റീതാമാന്റിയും ആങ്ങളമാരെ നിർബന്ധിച്ചിട്ടും പപ്പ അനുസരിച്ചില്ല. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലല്ലോ, സത്യമല്ലേ? എൽസമ്മ തർക്കിച്ചു. ആന്റി, ഞാൻ കുട്ടികളോട് ചോദിച്ചു, പപ്പയുടെ എന്തെങ്കിലും ഒരു നന്മ പറയാമോന്ന്. ഒന്നുമില്ല. പപ്പയുടെ ഡിസിപ്ലിൻ പോലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. മനുഷ്യരിൽ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? പപ്പയെപ്പറ്റി അവർ പറഞ്ഞ ആരോപണങ്ങളിൽ ഭൂരിഭാഗവും അവരെ ബാധിക്കുന്നതേയല്ല. അവർ ചിന്തിക്കേണ്ട വിഷയം പോലുമല്ല. പപ്പ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്യുന്നെന്ന് കണ്ടുപിടിക്കാൻ നിയോഗിച്ചിരിക്കുന്ന CID-മാരാണോ കുട്ടികൾ? പപ്പയെ പ്രതിക്കൂട്ടം നിർത്തി വിചാരണ നടത്തി തെറ്റുകുറ്റങ്ങൾ വിലയിരുത്തി ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാരാണോ? പപ്പയെക്കുറിച്ച് ഇത്രയേറെ കുറ്റങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ആന്റി സ്വന്തം മക്കളെ ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും പഠിപ്പിച്ചില്ല. വീട് വൃത്തിയാക്കാനും ഭംഗിയായും സൂക്ഷിക്കാനും പഠിപ്പിച്ചില്ല. അവരുടെ പാഠപുസ്തകങ്ങൾ നേരാവണ്ണം പഠിക്കാനും പഠിപ്പിച്ചില്ല. ആരെയും കുറ്റം പറയരുതെന്ന് ഉപദേശിക്കുന്ന നീ എന്നെ കുറ്റപ്പെടുത്തിയാണല്ലോ, എൽസമ്മ പറഞ്ഞു. ഇത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെയാ പറയുന്നേ. ആന്റിയോ എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല. ആന്റി വേണ്ടേ ആദ്യം ഇത് തിരിച്ചറിയാൻ? ഇപ്പോഴും നമ്മൾ വൈകിപ്പോയിട്ടൊന്നുമില്ല. സ്നേഹിച്ചും സന്തോഷിച്ചും കഴിയാമായിരുന്ന ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. സാരമില്ല. ഒരിക്കലും സന്തോഷം അനുഭവിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വൈകിയെങ്കിലും സന്തോഷിക്കുന്നേ. കുട്ടികളെ ഞാൻ തിരുത്തിക്കൊള്ളാം, എനിക്കത് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ആന്റിയെ തിരുത്തണമെങ്കിൽ ആന്റി തന്നെ വിചാരിക്കണം. സ്റ്റാൻലി എന്നോട് ചെയ്തതൊന്നും മറക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തു ചെയ്തെന്ന് ആന്റി പറ. നിനക്കത് ഒരിക്കലും മനസ്സിലാവത്തില്ല. ആന്റിയും മക്കളും പറഞ്ഞ കുറ്റങ്ങളൊക്കെ വെറും കടുകുമണികളാ. അത് ഊതി ഉറപ്പിച്ച് വലുതാക്കി. ഇനി ഒരു സത്യം കൂടി ഞാൻ പറയാം. ആന്റി പപ്പയെ തോൽപ്പിക്കാൻ വേണ്ടി ആയുധമാക്കിയത് 3 കുഞ്ഞുങ്ങളെയാണ്. അവരുടെ ഭാവിയാണ്. ഞാൻ ആ സമയത്ത് അഞ്ജലിൽ വന്നില്ലായിരുന്നെങ്കിൽ ടാനിയയുടെ ജീവിതം എന്തായി തീരുമായിരുന്നു? ടെൽസിയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ആന്റിയുടെ സ്വന്തം ചേച്ചിയുടെ മകനാണെന്ന് ഓർക്കണം. ടോജോയാണെങ്കിൽ മനസ്സിടിഞ്ഞ അവസ്ഥയിലായിരുന്നു. റീതാമ്മി ആന്റി എത്രയോ വർഷങ്ങളായി ആന്റിയെയും മക്കളെയും പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. പപ്പയോട് പിണങ്ങി ഇവിടുന്ന് പോയിട്ട് ആന്റിക്കുണ്ടായ നേട്ടം ഇതൊക്കെയാണ്. നിന്റെ നോട്ടത്തിൽ സ്റ്റാൻലി മാത്രമായിരിക്കും നന്മ നിറഞ്ഞവൻ. പപ്പ എല്ലാ നന്മകളും തികഞ്ഞ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എല്ലാം തികഞ്ഞവർ ആരുണ്ട്? ദൈവത്തിന് കോപം വരുമെന്ന മതങ്ങൾ പോലും പഠിപ്പിക്കുന്നത്. പപ്പയുടെ മദ്യപാനം നിർത്താൻ ഞാനും ആന്റി വിചാരിച്ചാൽ സാധിക്കുവോ? പുകവലി നിർത്താൻ കഴിയുമോ? അതെല്ലാം ആന്റിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഉള്ള ശീലങ്ങളാ. അല്ലെങ്കിൽ തന്നെ ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യങ്ങളോടും കൂടി പിടിച്ചടക്കി വയ്ക്കാനുള്ള സ്വകാര്യ സ്വത്താണോ?
കീ കൊടുത്ത് പ്രവർത്തിക്കാനുള്ള യന്ത്രമാണോ? അതൊരു മനുഷ്യജീവിയല്ലേ? അതിനും ചില ഇഷ്ടാനിഷ്ടങ്ങളും സ്വന്തം കാഴ്ചപ്പാടും നിലപാടും ഒക്കെ ഇല്ലേ? രണ്ടുപേരുടെയും താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാതെ സൂക്ഷിച്ചു സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നല്ലായിരുന്നോ ശരി? സ്റ്റാൻലിക്ക് കല്യാണത്തിന് മുൻപ് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നത് പോലും ഞാൻ ക്ഷമിച്ചില്ലേ? ആ വകയിലൊരു മകളുണ്ടെന്ന് കൂടി അറിഞ്ഞാൽ ആർക്കായാലും സഹിക്കുമോ? ആൻഡ് ക്ഷമിച്ചില്ല ഇതുവരെ. അതുകൊണ്ടാ വീണ്ടും വീണ്ടും അതുതന്നെ മനസ്സിൽ വരുന്നത്. പപ്പയ്ക്ക് കല്യാണത്തിന് മുൻപ് അങ്ങനെയൊരു ബന്ധം ഉണ്ടായിപ്പോയി. പപ്പ സ്നേഹിച്ച സ്ത്രീക്ക് പപ്പയുടെ ഭാര്യയാവാൻ കഴിഞ്ഞില്ല. പക്ഷേ 25 വർഷം മുൻപായിരുന്നില്ലേ ആന്റി അത്? പപ്പ ആന്റിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഞാൻ ജനിച്ചു പോയില്ലേ? അതിന് തിരുത്താൻ പറ്റുമോ? ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ പപ്പയുടെ തെറ്റ് ആന്റി ഇത്ര വിഷമിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞാനും ജീവനോടെ ഉണ്ടാവത്തില്ലല്ലോ. അവിടെയാണ് എൽസമ്മയുടെ എല്ലാ വഴക്കുകളും രാജിയാവുന്നത്. ഈ പെൺകുട്ടി ഇല്ലെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഇരിക്കുമായിരുന്നില്ല എന്ന ഓർമ്മയിൽ, തന്റെ കുടുംബം ശിഥിലമായി പോകുമായിരുന്നല്ലോ എന്ന തിരിച്ചറിവിൽ. സാരമില്ല, അലീന അവരുടെ നെറുകയിൽ തലോടി. ഒന്നും മുറുകെ പിടിക്കാതിരുന്നാൽ മതി ആന്റി. അപ്പോഴാ ഏറ്റവും സ്വാതന്ത്ര്യം, ഏറ്റവും സമാധാനം. എൽസമ്മ അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് അലീന എഴുന്നേറ്റു. എൽസമ്മയുടെ നെറ്റിയിൽ കൈത്തലം വച്ച് കണ്ണടച്ച് ഏതാനും നിമിഷം പ്രാർത്ഥനയിൽ മുഴുകി. പിന്നെ കുനിഞ്ഞ് അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ഗുഡ് നൈറ്റ് ആന്റി. അലീന മുറിവിട്ടു പോകുന്നത് എൽസമ്മയ്ക്ക് വല്ലായ്മയാണ്. അവൾ മുറിയിലുണ്ടെങ്കിൽ സമാധാനവും സുരക്ഷിത ബോധവുമുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.